നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. കുചേല ദിനം. കുചേല ദിനം എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ മനസ്സിലോട്ട് ഓടിയെത്തുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഇപ്പം എന്താ സപ്താഹങ്ങളിലൊക്കെ ബാല കാണാറില്ലേ? ഇപ്പൊ ബാല കിടക്കുന്ന സപ്താഹത്തിലാണല്ലോ. കാരണം കുചേലൻ ഓടി വരുന്നു, ശ്രീകൃഷ്ണനെ കെട്ടിപ്പിടിക്കുന്നു. സപ്താഹം അല്ല ഇപ്പൊ കാണുന്നത്, സപ്താഹം പോലെ ബാലകളാണ് ഇപ്പൊ കാണുന്നത്. അങ്ങനെയൊക്കെ ചിലപ്പോൾ വീഡിയോസൊക്കെ കാണാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു രൂപമൊക്കെ കാണുന്നു. പെട്ടെന്ന് കുചേലൻ കുബേരനാകുന്ന ഒരു അവസ്ഥ. അപ്പൊ ഈ കുചേലദിനെന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മൾ കുചേലനാണ്, അപ്പൊ നമുക്ക് കുബേരനാവണം എന്നും പറഞ്ഞ് ഓടി അവിൽക്കിഴിയായിട്ട് പോകുന്ന ഒരവസ്ഥ ആകരുത് കുചേലദിനെന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ. കുചേലദിനെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ നമുക്ക് കഥ അറിയാം. അതായത് ജീവിക്കാൻ മാർഗമില്ലാത്ത ഒരു ബ്രാഹ്മണൻ സതീർത്ഥനായി നിൽക്കുന്ന കൃഷ്ണനെ കാണാൻ പോയ കഥയാണ്. ആ കഥ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിൽ കഥയില്ല, നമുക്ക് ആ കഥ അറിയാം. ഭഗവാനെ കാണാൻ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ സതീർത്ഥനോടുള്ള സ്നേഹമായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച സതീർത്ഥൻ, അദ്ദേഹത്തെ കാണാനുള്ള ഇഷ്ടമായിരുന്നു. ഇഷ്ടത്തോടെ, കൊതിയോടുകൂടി, സ്നേഹത്തോടുകൂടി എൻ്റെ സതീർത്ഥനെ കാണാൻ പോവാ. അത് ഭഗവാനാണ്. ആ ഭഗവാനാണ് സതീർത്ഥൻ. സതീർത്ഥനാകുമ്പോൾ ഇഷ്ടമാണ്, കാണാനുള്ള കൊതിയാണ്. അങ്ങനെയാണ് കുചേലൻ പോകുന്നത്. അപ്പൊ കുചേല ദിനത്തിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഭഗവാനോട് നിറഞ്ഞ ഭക്തിയോടുകൂടി, മനസ്സിൽ നിറഞ്ഞ വിശ്വാസത്തോടുകൂടി, മനസ്സിൽ നിറഞ്ഞ പ്രേമത്തോടുകൂടി എൻ്റെ ഭഗവാനെ എന്ന് പറയണ ആ സങ്കല്പത്തില്, എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ സങ്കല്പത്തില് ആ കണ്ണനെ കാണാൻ, ആ ഭഗവാനെ കാണാൻ നിറഞ്ഞ ഭക്തിയോടുകൂടി, മനസ്സിൽ ഭഗവത് സ്വരൂപവും വായിൽ ഭഗവത് നാമങ്ങളുമല്ലാതെ മറ്റൊന്നുമില്ലാതെ ആ ഭഗവാനെ ദർശനം നടത്തുക എന്നുള്ളതാണ് ആ കുചേല ദിനത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ആ കുചേല ദിനത്തിൽ ആ ദിവസം എന്തിനാണ് നമ്മൾ ആചരിക്കണേ എന്ന് പറയുമ്പോൾ, ആ സതീർത്ഥൻ വന്നപ്പോൾ ആ സതീർത്ഥനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചോദിക്കാതെ അങ്ങോട്ട് അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ചെയ്തു കൊടുത്തപ്പോൾ, ആ അനുഗ്രഹങ്ങളെ കിട്ടിയ ദിവസത്തെ മഹത്തരമാക്കാനാണ് നമ്മൾ കുചേല ദിനത്തിന് ഭഗവാനെ കാണുന്നത്. അതിഗംഭീരമായി നിൽക്കുന്ന, കേമമായി നിൽക്കുന്ന പട്ടുസാരിയൊക്കെ ഉടുത്ത് സർവാഭരണ വിഭൂഷിതയായി നിൽക്കുന്ന 20 തരം മാലകളും 20 തരം ആഭരണങ്ങളൊക്കെ ധരിച്ച്, വളരെ വില കൂടിയ വേഷ്ടിയൊക്കെ കഴുത്തിലിട്ടുകൊണ്ട്, ആ അടുത്ത് കണ്ട കടയിൽ നിന്ന് ഒരു 50 കിലോ അവിലും മേടിച്ച്, അല്ല 10 കിലോയുടെ അവിലും മേടിച്ച് 10 പ്ലാസ്റ്റിക് പാക്കറ്റിലാക്കി ആ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട്, 10 കിലോ അവിലുണ്ട്, വലിയൊരു പൊതിയാണ്, ഭഗവാനെ ഇനി ഇഷ്ടം പോലെ സമ്പത്ത് ഇങ്ങ് തന്നോളൂ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയല്ല ഇവിടെ വേണ്ടത്. വളരെ നന്നായിട്ട് ഭഗവാന് കഴിക്കുന്ന നിവേദ്യമാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ദേവാദിദേവനായി നിൽക്കുന്ന, കരുണാമൂർത്തിയായി നിൽക്കുന്ന, സമ്പൽ സമൃദ്ധിയായി നിൽക്കുന്ന, സമ്പത്തിനെ നൽകുന്ന, ഐശ്വര്യത്തെ നൽകുന്ന, നമ്മുടെ കണ്ണീരൊപ്പാൻ കാത്തിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ കാണാനാണ് നമ്മൾ പോകുന്നത്. ആ കൃഷ്ണനെ കാണുമ്പോൾ വളരെ വൃത്തിയായി നിൽക്കുന്ന ഒരു പാത്രത്തില്, പ്ലാസ്റ്റിക് ഡബ്ബകളിലോ പ്ലാസ്റ്റിക് കവറുകളിലോ അല്ല, ഒരു സാധാരണ നല്ല പാത്രത്തില് വളരെ നന്നായിട്ട്, ഈ കടയിൽ നിന്ന് മേടിക്കുന്ന അവിലൊക്കെ എന്ന് പറഞ്ഞാൽ പുഴുവരിച്ചതുണ്ടാവാം, 1/2 കിലോ അവിൽ മേടിച്ച 1/4 കിലോ പൊടി കാണാം. ഇതെല്ലാം മാറ്റി വൃത്തിയായിട്ട് എൻ്റെ ഭഗവാൻ, എൻ്റെ ഉണ്ണിക്കണ്ണൻ കഴിക്കാനുള്ള അവിലാണ്, എൻ്റെ കൃഷ്ണന് കൊടുക്കാനുള്ള അവിലാണ്. ആ സ്നേഹത്തോടു കൂടി അത് വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി നന്നായിട്ട് അടച്ച്, നല്ല ശുദ്ധമായ പാത്രമൊക്കെ എടുത്ത് ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് സമർപ്പിക്കുക. അതിങ്ങനെ കുറേ കൽക്കണ്ടങ്ങളും കുറേ മുന്തിരിങ്ങകളും കുറേ തേന്, പഞ്ചസാര, കദളിപ്പഴം കൊണ്ടൊക്കെ വിഭവസമൃദ്ധ, ഒന്നും വേണ്ട, ഇതൊക്കെ കൊടുക്കാം ഭഗവാന്. ഇതൊക്കെ നിങ്ങൾ വേറെ കൊടുത്തോളൂ, എന്ന് വേറൊരു പൊതിക്കകത്താക്കി നല്ല കൽക്കണ്ടം, മുന്തിരിങ്ങ ഒക്കെ കൊടുത്തോളൂ. ഇത് അവിലാണ്, അവില് മാത്രം മതി. ഇടിച്ച അവില്, പണ്ടൊക്കെ നെല്ലിടിച്ച അവിലാണ് മാത്രമേ കൊടുക്കൂ. അതായത് ഇങ്ങനെ കേമായിട്ടൊന്നും വേണ്ട, അവില് മാത്രം ഭഗവാന് സമർപ്പിക്കാം. ആ സമർപ്പണം അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സതീർത്ഥന്റെ കണ്ണീര്, ആ ദാരിദ്ര്യത്തിനെ കണ്ടിട്ട് ഭഗവാൻ കനിഞ്ഞ ദിവസമാണ്. അതാണ് ആ ദിവസത്തിന്റെ പ്രാധാന്യം. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് വിദ്യയുടെ ദാരിദ്ര്യമായാലും സമ്പത്തിന്റെ ദാരിദ്ര്യമായാലും
ബന്ധുജന ദാരിദ്ര്യങ്ങളാണെങ്കിലും, എങ്ങനെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന ആരോഗ്യത്തിന്റെ ഈ പറയുന്ന ദാരിദ്ര്യങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്നൊരു സങ്കല്പത്തിൽ അത്രയും കരുണാമയനായി നിൽക്കുന്ന, അല്ലെങ്കിൽ അനുഗ്രഹത്തോട് നിൽക്കുന്ന ഭഗവാനെ, ആ ഭഗവാന്റെ കാൽച്ചോട്ടില് 1 മിനിറ്റ് നമസ്കരിപ്പിക്കാൻ, ആ ദിവസത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് നമസ്കരിപ്പിക്കാൻ കിട്ടുന്ന ഏറ്റവും പുണ്യമായ ദിനം, ശ്രേഷ്ഠമായ ദിനം, കേമായ ദിവസം, ആ ദിവസത്തിന്റെ മഹനീയമായി നിൽക്കുന്ന ആ നന്മ ഉൾക്കൊള്ളാനാണ് ആ കുചേല ദിനം നമ്മൾ ആചരിക്കണേ. അപ്പൊ അതുകൊണ്ട് അന്ന് രാവിലെ ബ്രഹ്മമുഹൂർത്തം തൊട്ട് ഭഗവാന് വൈകുന്നേരം വരെ സമർപ്പിക്കുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. രാവിലെ ആണെങ്കിലും വൈകുന്നേരത്തെ, ഇപ്പൊ രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരം ചെയ്താലും സമർപ്പിക്കുക. അത് സമർപ്പിക്കുമ്പം ഒരിക്കലും കടയിൽ നിന്ന് മേടിച്ച പാക്കറ്റ് കൊണ്ടുപോയി നേരെ അമ്പലത്തിൽ കൊണ്ടുവയ്ക്കരുത്. അതിനകത്തെ പൊടിപടലങ്ങളും മറ്റു സാധനങ്ങളും ഒന്നും നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഭഗവാനും കഴിക്കില്ല. വൃത്തിയായൊരു പാത്രത്തിൽ സമർപ്പിക്കുക. ഭഗവാനോട് പറയുക, ഭഗവാനെ, എൻ്റെ ഇന്നത്തെ അങ്ങയെ സ്മരിക്കാനുള്ള ഒരു നിവേദ്യം. നമ്മുടെ ഭക്തിയാണ് അവിലിൽ മിക്സ് ചെയ്യേണ്ടത്, നമ്മുടെ സ്നേഹമാണ് അതിനകത്ത് ചേർക്കേണ്ടത്, നമ്മുടെ അദ്ദേഹത്തോടുള്ള ആ പ്രേമമാണ് ചേർക്കേണ്ടത്. അങ്ങനെ ആ അവില് അദ്ദേഹത്തിന്റെ കാൽച്ചട്ടി വെച്ചിട്ട് അങ്ങക്ക് ഇഷ്ടമുള്ളത്, അങ്ങ ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒന്നും, ഭഗവാൻ എല്ലാം അറിയാം. കുചേലൻ എന്തെങ്കിലും ചോദിച്ചോ, നിങ്ങളൊന്നും പ്രാർത്ഥിക്കണ്ട, ഒരു സാധനവും അദ്ദേഹത്തോട് പറയണ്ട. അദ്ദേഹത്തോടുള്ള സ്നേഹത്തോടെ, അദ്ദേഹത്തോടുള്ള ഭക്തിയോടുകൂടി, അദ്ദേഹത്തിന്റെ നാമങ്ങൾ ജപിച്ച് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിങ്ങൾ തൊഴുകൈകാലെ നിന്നാ മതി, സമർപ്പിച്ചിട്ട് എന്നിട്ട് പോന്നോളൂ. ഒന്നും ചോദിക്കണ്ട ഒരു കാര്യവും. കുചേലന് വലിയ വലിയ രാജകൊട്ടാരം ഉണ്ടാക്കി കൊടുത്തു. അടുത്ത വർഷമാകുമ്പോൾ എനിക്ക് രാജകൊട്ടാരം തന്നേക്കണേ, ഞാൻ അവല് തന്നു എന്ന് പറയാൻ പോവരുത്. അങ്ങനെയൊന്നും വേണ്ട. ഭഗവാനെ സമർപ്പിച്ചിട്ട്, ഭഗവാനെ തൊഴുതിട്ട്, ഭഗവാനെ നമസ്കരിച്ചിട്ട്, നാരായണനെ ഓർത്ത്, നാരായണമൂർത്തിയെ ഓർത്ത്, നാരായണനാമം ജപിച്ച്, നാരായണ ചിന്തയിലൂടെ നാരായണന്റെ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ച്, നാരായണ 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 എന്ന് ജപിച്ച്, അങ്ങനെ ജപിച്ച് 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 അദ്ദേഹത്തെ കണ്ടുപോരുക. ഒന്നും പ്രാർത്ഥിക്കണ്ട, ഒരു കാര്യവും ചെയ്യണ്ട, സമർപ്പണം മാത്രം ചെയ്യുക. അല്ലാതെ പെട്ടെന്ന് അടുത്ത വർഷത്തിൽ കോടീശ്വരനാകാനുള്ള ഉപാധിയാണ് കുചേല ദിനം എന്നൊരു സങ്കല്പത്തിലേക്കല്ല പോകുന്നത്. ആ ദിവസത്തിന്റെ നന്മ, അനുഗ്രഹം നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ദിവസം, അല്ലെങ്കിൽ അന്നത്തെ കൃഷ്ണ അനുഗ്രഹകല കൂടിയുള്ള ദിവസം, ആ അനുഗ്രഹകല അവിടുത്തെ കണ്ണ് ഒന്ന് നമ്മുടെ അടുത്ത് തുറക്കണം. ആ തുറക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അദ്ദേഹത്തെ നമസ്കരിക്കുക. നമ്മളെ ഒന്ന് കണ്ടിട്ട് നമ്മൾ പോരുക. നമ്മൾ ഒരു കഥയും പറയണ്ട, ഒരു കഥ ഇത് പ്രാർത്ഥനയും വേണ്ട, നമ്മൾക്കൊരു സാധനവും വേണ്ട. നമ്മൾ അവിടെ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം ഏറ്റവും ഇഷ്ടമായി നിൽക്കുന്ന, അദ്ദേഹത്തിന്റെ അന്നത്തെ ഏറ്റവും ആഗ്രഹമുള്ള, ഏറ്റവും കൊതിയോടെ കഴിച്ച, ലക്ഷ്മിയുടെ സവിധത്തിൽ ഏറ്റവും കൊതിയോട് കഴിച്ചാൽ ആ അവില് അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുക പോരുക. അവില് നമ്മൾ അമ്പലത്തിൽ കിട്ടുന്ന അവലുകളുണ്ട്, അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചു വെക്കാം. എന്തായാലും നിങ്ങൾ രസീത് അടച്ചിട്ട് അമ്പലത്തിൽ നിന്ന് അവില് മേടിക്കുക അല്ല വേണ്ടേ, നമ്മുടെ കയ്യിലുള്ള അവില് നടക്കൽ കൊണ്ട് സമർപ്പിക്കുക വേണ്ടേ. ചില അമ്പലങ്ങളിൽ ഒരുപാട് പൊതി ഉണ്ടാക്കി വെച്ചേക്കും, ആയിരക്കണക്കിന് കിഴികൾ. നമ്മൾ പൈസ കൊടുക്കുക, കിഴി മേടിക്കുക. അങ്ങനെയല്ല, നമ്മുടെ ഒരു വകയായിട്ട്, എൻ്റെ കുടുംബത്തിന്റെ വക ഒരു ശകലം, ഒരു പിടി അവിലെങ്കിലും നിങ്ങൾ ആ ഭഗവാന്റെ മുമ്പിൽ വൃത്തിയായ പാത്രത്തിൽ ഭക്തിയോടുകൂടി, സ്നേഹത്തോടുകൂടി, നല്ല ഭഗവാന്റെ അദ്ദേഹത്തിന് അത് കഴിക്കണേ ഈശ്വര, അങ്ങേക്ക് ഇഷ്ടപ്പെടണേ, ഈ ഞാൻ തരുന്നത് അങ്ങേക്ക് ഇഷ്ടപ്പെടണേ എന്നുള്ള പ്രാർത്ഥനയോടെ നടക്കി വെച്ചിട്ട് ഒന്ന് തൊഴുതോളൂ, നാമം ജപിച്ചോളൂ, എന്നിട്ട് മതി. അതിനുശേഷം അമ്പലത്തിലെ നേദിച്ച അവിലൊക്കെ മേടിക്കാം, ഒരു വിരോധവും ഇല്ല. അത് വാങ്ങിക്കുന്നത് നമ്മുടെ സമർപ്പണം അവിടെ ഉണ്ടാവണം, നമ്മൾ സമർപ്പിച്ചു പോരുക, അതാണ് വേണ്ടത്. ഏറ്റവും നന്നായിട്ട് അന്നത്തെ ദിവസത്തെ ഏറ്റവും നന്നായിട്ട് തന്നെ നമുക്ക് അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ്. ആ അനുഗ്രഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ രാവിലെ ബ്രഹ്മമുഹൂർത്തം തൊട്ട് ചെയ്യാവുന്നതാണ്, ബ്രാഹ്മമുഹൂർത്തം തൊട്ട് സമർപ്പിക്കാവുന്നതാണ്. സമർപ്പിക്കുന്ന വൃത്തിയുള്ള അവിലായിരിക്കണം, നല്ല ശുദ്ധമായ പാത്രത്തിലായിരിക്കണം, ശുദ്ധമായ ഇല കൊണ്ട് അത് മൂടിയതായിരിക്കണം. ആ ദിവസം അത് കൊണ്ടുപോയിട്ട് നിങ്ങൾ വെച്ചിട്ട് ഒരു കഥയും പറയാൻ നിൽക്കണ്ട, നിങ്ങളൊന്നും വേണ്ട. ഭഗവാന് കൊടുക്കുന്ന നിവേദ്യം, നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിക്ക് നമ്മൾ ഒരാഹാരം കൊടുക്കുമ്പോൾ, ആ ആഹാരം കൊടുത്തതിന് ശേഷം കഴിച്ചു തീരുന്നതിന് മുമ്പ്, നിനക്ക് ആഹാരം തന്നല്ലേ, എനിക്ക് ഇന്നത് നടത്തി തന്നെ എന്ന് നമ്മളാരും പറയാറില്ല. അതുപോലെ തന്നെ നമ്മളെ കാൽക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മുടെ സർവ്വ ഐശ്വര്യത്തിനും കാരകനായ, സമ്പൽ സമൃദ്ധിയുടെ കാരകനായ ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം കൊടുക്കുന്നു എന്നൊരു സങ്കല്പത്തിൽ
കൊടുക്കുക, പോരുക. വേറെ ഒന്നും വേണ്ട. ഒരു പ്രാർത്ഥനയും വേണ്ട. ഭഗവാൻ അത് അറിഞ്ഞു തരും. ആ ഭക്തി എത്ര മാത്രമുണ്ടോ നിങ്ങളുടെ മനസ്സിൽ, എത്ര ഭക്തിയോടുകൂടിയാണോ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുന്നത്, എത്രമാത്രം ശക്തമായിട്ടാണോ നിങ്ങളുടെ നാമജപാദികൾ വൈകുണ്ഠത്തിലേക്ക് എത്തുന്നത്, ആ ശക്തിയോടുകൂടി ഭഗവാൻ നിങ്ങളെ ചേർത്ത് നിർത്തും, വാരി പുണരും. നിങ്ങളുടെ അമ്മമാർക്ക് മകനെ പോലെ, സഹോദരിമാർക്ക് സഹോദരനെ പോലെ നിങ്ങളെ ചേർത്ത് നിർത്തും ഭഗവാൻ. നിങ്ങൾ ഒന്നും നോക്കണ്ട. ആ നാരായണ 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 മാത്രം മതി. ആ നാരായണ ജപം മാത്രം മതി. ആ നാരായണ ജപത്തിലൂടെ ഭഗവാനെ മാത്രം കണ്ടാൽ മതി. അങ്ങനെ കുചേല ദിനം ആചരിക്കണം. അങ്ങനെയാണ് ദിനം ആചരിക്കേണ്ടത്. ഇത് എന്നെ കേൾക്കുന്ന, എന്നെ അറിയുന്ന നമ്മൾ എല്ലാവരും, ഒരാൾ പോലും അന്നൊരു പിടി അവില് തരാത്ത, കൊടുക്കാത്ത ഒരാൾ പോലും ഉണ്ടാവരുത്. എല്ലാവരും കൊടുത്തിരിക്കണം. ഒരു വ്യക്തി പോലും, എന്നെ കേൾക്കുന്ന ഒരാൾ പോലും ഒരു പിടി അവില് കൊടുക്കാതെ, അടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ എല്ലാവരും ഗുരുവായൂർ പോകണം എന്നല്ല പറയണേ, എല്ലാവരും ഗുരുവായൂർ ചെന്ന് ദർശനം നടത്തുന്നില്ല പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷ്ണന്റെ അമ്പലത്തിൽ ഒരു പിടി അവിലെങ്കിലും കൊടുക്കാത്ത ആരുമുണ്ട്. അത്രയും ഭക്തിയോടെ അവിടെ ചെന്ന് ആ അവില് കൊടുത്ത് അദ്ദേഹത്തിന് നിവേദ്യം കൊടുത്ത്, നമ്മുടെ കൈകൊണ്ടുള്ള നിവേദ്യം നടക്കൽ സമർപ്പിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിച്ച് പോരുക. നാമജപം അത് പറയാം, നാമജപത്തെക്കുറിച്ച് പറയാം, കുചേലദിനത്തിലെ നാമജപത്തെക്കുറിച്ച് പറഞ്ഞുതരാം. പക്ഷെ അന്ന് ഭഗവാന് ഇപ്പൊ വിദേശത്തുള്ള ഒരു ഇലക്കകത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഒരു ശകലാവില് ഒരു നെയ്വിളക്ക് കൊളുത്തി കൃഷ്ണന്റെ ബിംബത്തിന് മുമ്പിൽ വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പാ, എൻ്റെ കണ്ണാന്ന് പറഞ്ഞൊന്ന് അറിഞ്ഞു വിളിച്ചാൽ മതി. ആ ലണ്ടനിലോ അമേരിക്കയിലോ കാനഡയിലോ ഇരുന്ന് വിളിക്കുന്ന വിളിയുടെ മുമ്പിൽ ആ ഭഗവാൻ വന്ന് അത് കഴിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് ലോകത്തിന്റെ കോണിൽ നിന്ന് ഭഗവാനെ വിളിച്ചാലും ഭഗവാൻ അത് കഴിച്ചിരിക്കും. അവിടെ നമ്മൾ എന്താ പറയുക, ഈ താന്ത്രിക ഉപാസനയുള്ള നിവേദ്യാദികളോ കർമ്മങ്ങളുടെ വെള്ളിലെ കേമത്തോ ഒന്നും വേണ്ട. നമ്മുടെ ആ സന്തോഷത്തിലുള്ള ഏത് ലോകത്ത് നിന്നാലും, എന്ന് വെച്ചാൽ കേരളത്തിലുള്ളവർ സ്വന്തം വീട്ടിൽ വെക്കുകയല്ല വേണ്ട, സ്വന്തം അടുത്തുള്ള വൈഷ്ണവ ക്ഷേത്രത്തിൽ വിഷ്ണു ആയാലും കുഴപ്പമില്ല, ശ്രീരാമനായാലും കുഴപ്പമില്ല, കൃഷ്ണനായാലും കുഴപ്പമില്ല, വാമനോ ലക്ഷ്മണനോ ആരായാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന്റെ സവിധത്തിൽ ഒരു ശകലം അവില് കൊടുത്ത്, കുറച്ചു മതി, ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ചു മതി, നമ്മുടെ കേമത്തം കാണിക്കാനില്ല. അപ്പൊ അത് അദ്ദേഹം കുഞ്ഞിക്കണ്ണനാണ്, കുഞ്ഞിക്കണ്ണനുള്ള അവിലാണ്. ഒരു കിഴി അവിലെന്നേ പറയുള്ളൂ, ഒരു പിടി അവിലെന്നേ പറയുള്ളൂ. അത് അദ്ദേഹത്തിന് കൊടുക്കണം. അടുത്ത ഈ വർഷം ആകുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കിക്കോളൂ, അദ്ദേഹത്തോടൊന്നും പ്രാർത്ഥിക്കാതെ പോന്നോളൂ. അദ്ദേഹത്തിന് നിങ്ങളുടെ വിഷമതകൾ അറിയാം, സങ്കടങ്ങൾ അറിയാം, നിങ്ങളുടെ പ്രശ്നങ്ങളെ മുഴുവൻ അറിയാവുന്ന ആളാണ്. ഏറ്റവും വലിയ മഹാനുഭാവിയാണ്. അതിനൊക്കെ ഒരു പരിഹാരം അദ്ദേഹം തന്നിരിക്കും. നിങ്ങളെ ചേർത്ത് നിർത്തിയിരിക്കും, ചേർത്ത് പിടിച്ചിരിക്കും, അതിഗംഭീരമായി പിടിക്കും. അതുകൊണ്ട് കുചേലദിനം പ്രാർത്ഥനയുടെ സങ്കല്പത്താൽ, നാമജപത്തിന്റെ സങ്കല്പത്തോട്, സ്വന്തം അമ്മമാർക്ക് മകനെ വാരിപ്പുണരുന്ന അതേ സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ അത്രയും സ്നേഹ പാരിവശ്യത്തോടു കൂടി, അത്രയും ഭക്തിയോടുകൂടി ആ ദിനത്തെ കൊണ്ടാടിക്കോളൂ. അത് അച്ഛന്മാരായാലും അമ്മമാരായാലും കൂടപ്പിറപ്പുകളായ സഹോദരിമാരായാലും സഹോദരന്മാരായാലും അങ്ങനെ നമ്മുടെ അത്രയങ്ങ് ചേർന്ന് നിൽക്കട്ടെ. അത് വളരെ 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 സുഖകരമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരും. അത് കഴിയുമ്പോൾ നിങ്ങൾ ഓർത്താൽ മതി, അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓർത്തോളൂ, ഈ അവസ്ഥ കിട്ടിയിരിക്കും. അത് സംശയമില്ല, ഉറപ്പാണ്. നമസ്കാരം, ഗോവിന്ദൻ.